നമസ്കാരം. 24 എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ന്യൂസ് ബ്രേക്സ് തുടങ്ങുന്നു. ഇന്ന് ഫെബ്രുവരി 19 വ്യാഴാഴ്ച, മലയാള മാസം കുംഭം 7. നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി 24ന്റെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് മുഹമ്മദ്, കൊച്ചിയിൽ നിന്ന് ആൻമരിയ, സണ്ണി കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവരാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ് അലക്സ് മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന്റെ സമരം അത് തുടരുകയാണ്. ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ആ സമരം നീങ്ങുകയാണ്. ഒപ്പം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്കെതിരായ ചികിത്സാ പിഴവ് ആരോപണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി കട്ടിളപ്പാളി കേസിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ വരുന്നുണ്ട്. ഈ രീതിയിൽ എന്തൊക്കെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ? ഗുഡ് മോർണിംഗ്. ദിൽന, തെക്കൻ കേരളത്തിൽ നിന്ന് നിരവധിയായ വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ദിൽന സൂചിപ്പിച്ചതുപോലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ലഭ്യമാക്കണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് KGMCTയുടെ നേതൃത്വത്തിൽ സമരം നടത്തി വരികയാണ്. ഈ കഴിഞ്ഞ തീയതിയിൽ ഏതാണ്ട് 4 ദിവസമായി അവർ അനിശ്ചിതകാല OP ബഹിഷ്കരണവും അനിശ്ചിതകാല അധ്യാപനവും നടത്തുകയാണ്. ഇന്ന് അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ കൂടി ബഹിഷ്കരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം PG ഡോക്ടർമാർ കൂടി ഈ സമരത്തിന് പിന്തുണ അറിയിച്ച് അവരും OP ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി വൈകി PG ഡോക്ടർമാർ സർക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് അവർ ഈ OP ബഹിഷ്കരണത്തിൽ നിന്ന് തൽക്കാലം പിന്മാറിയിട്ടുണ്ട്. പക്ഷേ 24 മണിക്കൂർ സമയം അവർക്കൊരു ഉത്തരവ് ലഭിക്കുന്നതിനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്തുള്ളത് തീരുമാനമായില്ല എങ്കിൽ ഒരുപക്ഷെ നാളെ PG ഡോക്ടർമാർ OP ബഹിഷ്കരിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഈ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ ആശുപത്രികളിലെ പ്രവർത്തനം നടന്നിരുന്നത് PG ഡോക്ടർമാരെ വെച്ചാണ്. അങ്ങനെ PG ഡോക്ടർമാരെ കൂടി OP ബഹിഷ്കരിച്ചാൽ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം താളം തെറ്റുമെന്ന് സർക്കാരിന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് അടിയന്തരമായി അവരുമായി ചർച്ച നടത്തുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തത്. എന്താണെങ്കിലും മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം തുടരുന്നു. അവരുടെ ചട്ടപ്പടി സമരം, നിസ്സഹകരണ സമരം, അതുപോലെ റിലേ സത്യാഗ്രഹം അടക്കമുള്ള സമരം തുടരുന്നു. മെഡിക്കൽ കോളേജുകളിൽ അവരുടെ ധർണ പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് KGMCTയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയം അതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ നവജാത ശിശു മരിച്ച സംഭവമാണ്. ആ വിഷയത്തിൽ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ ഇന്നലെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഷന് ശേഷമാണ് ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച പ്രതിഷേധങ്ങൾക്ക് അറുതിയായത്. ആ പ്രതിഷേധങ്ങൾ ഇന്നലെയും തുടർന്ന് നമ്മൾ കണ്ടു. അതിനൊടുവിലാണ് ആരോഗ്യവകുപ്പ് വിവിധ ഘട്ടത്തിൽ വിവിധ തീരുമാനങ്ങൾ എടുത്തു. അത് ഇവരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തുമെന്ന് തീരുമാനമെടുത്തു, സ്ഥലം മാറ്റും എന്ന് തീരുമാനമെടുത്തു. പക്ഷെ അതിലൊന്നും വകവയ്ക്കാതെ പ്രതിഷേധം കനക്കുകയായിരുന്നു. അതിൽ ഭരണകക്ഷി സംഘടനകൾ പോലും പ്രതിഷേധവുമായി രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്ത് തീരുമാനമെടുത്തത്. എന്താണെങ്കിലും SITയിൽ നിന്നുള്ള 4 അംഗ സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്ന് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. ഇന്നലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കുട്ടിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് ഇത് വിട്ടു നൽകും. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പക്ഷേ ഏറ്റവും പെട്ടെന്ന് തന്നെ ആരോഗ്യവകുപ്പിന് ലഭിക്കും എന്നുള്ളതും പ്രതീക്ഷിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും MLAയുമായ പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് പത്മകുമാർ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ സ്വാഭാവിക ജാമ്യം, അതായത് 90 ദിവസത്തിന് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ഒരു സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയിട്ടുണ്ട്. സ്വാഭാവിക ജാമ്യമല്ലാതെ 41 ദിവസത്തിന് ശേഷം ഇന്നലെ തന്ത്രി കണ്ഠരര് രാജീവർ പുറത്തിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. അതിനാൽ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. മറ്റൊരു പ്രധാനപ്പെട്ട കേസ്, സ്വർണ്ണക്കൊള്ള കേസിൽ 13ാം പ്രതിയായ കണ്ഠരര് രാജീവർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് നമ്മൾ കണ്ടു. തെളിവുകളുടെ അഭാവത്തിലാണ് ഈ 41ാം ദിവസം പ്രതി ജയിൽ മോചിതയായത്. അതേസമയം ജംഷഡ്പൂരിൽ അയച്ച സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നാലുടൻ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് SIT നീക്കം. SIT അന്വേഷണം ആ വിധത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അതെങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ശക്തമായ രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ സർക്കാർ രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവർത്തന സമയം ഏകീകരിച്ച തീരുമാനം സംബന്ധിച്ച് അത് ശക്തമായി നേരിടും. ടൂറിസം മേഖലയിൽ ആ തീരുമാനം അത് ഏകീകരിക്കുകയാണ് ചെയ്തതെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. അത് ടൂറിസം മേഖലയിൽ ഇതുപോലെ സംസ്ഥാനത്ത് എല്ലായിടത്തും സമയം ദീർഘിപ്പിക്കുന്നതിന് പ്രതിപക്ഷം അനുകൂലിച്ചു എന്ന് ഒരുപക്ഷെ സർക്കാർ തുറന്നു പറയും. പ്രതിപക്ഷത്തിന്റെ ഭാഗമായി ആരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്, അതായത് പ്രതിപക്ഷ ഈ ആരോപണം, സർക്കാരിനെതിരെ ആരോപണം ഘടിപ്പിച്ചാൽ ഈ ചർച്ചകളിൽ പങ്കെടുത്തത് ആരാണെന്ന് തുറന്നു പറയേണ്ടി വരുമെന്ന് കഴിഞ്ഞ ദിവസം എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കിയിരുന്നു. അതും ഉദ്യോഗജനകമായി തന്നെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന്, ഇതിൽ ക്രൈസ്തവ
സഭകൾക്കുള്ള എതിർപ്പാണ്. അത് സർക്കാർ എങ്ങനെ നേരിടുമെന്നുള്ള കാര്യവും കണ്ടറിയണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമയം ദീർഘിക്കുന്ന വിവരം LDF-ൽ ചർച്ച ചെയ്തിരുന്നു എന്ന് സ്ഥിരീകരിച്ച് മുന്നണി നേതൃത്വം, അതായത് CPI-ൽ ചർച്ച ചെയ്തതെന്നടക്കം ബിനോയ് വിശ്വം സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ മുന്നണി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട പരസ്യപ്രതികരണം നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവ ബഹുലമായിരിക്കും തിരുവനന്തപുരത്തും തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഇന്നത്തെ വാർത്താ ദിനം. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി കൂടി ചേരുന്നുണ്ട്. ഇന്ന് ഹൈക്കോടതിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ദേവസ്വം ബെഞ്ചിന് മുന്നിൽ വരുന്നുണ്ട്. ഇത്രയും കാലം ഈ SIT-യെ അതിനൊപ്പം നിൽക്കുകയായിരുന്നു ഹൈക്കോടതി ചെയ്തത്. ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ടിൽ അടക്കം പ്രതീക്ഷിക്കുന്നുണ്ട്? ഒപ്പം മധ്യകേരളത്തിലെ മറ്റു വാർത്തകൾ. ഗുഡ് മോർണിംഗ്. മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് ശബരിമല കേസുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ശബരിമല കേസ് വരുന്ന സാഹചര്യങ്ങളിലെല്ലാം അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും വ്യക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പരിഗണിക്കുന്ന കേസും അത് അതിനിർണായകമായിരിക്കും. അത് ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരമാണ് ഇന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കാൻ വേണ്ടി പോകുന്നത്. ജംഷഡ്പൂരിലേക്ക് ഈ സാമ്പിളുകൾ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയക്കുകയും ചെയ്തത്. ഈ കാര്യമാണ് അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേസിലാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിൽ ഈ കേസ് നിലനിൽക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഉയർന്നു വരികയും ചെയ്തത്. അപ്പോൾ ഈ ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുന്ന വിവരം അന്വേഷണ സംഘം ഈ സ്വമേധയ എടുത്തിരിക്കുന്ന കേസിലാണ് വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നത്. അത് ദേവസ്വം ബെഞ്ചാണ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത്. ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിരുന്നു. ഈ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അത് വിജിലൻസും കോടതിയെ അറിയിക്കും. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഈ കൊടിമരത്തിന്റെ സ്വർണ്ണ കണക്കുകളുമായി ബന്ധപ്പെട്ടിട്ട് ചില പൊരുത്തക്കേടുകളുണ്ട്, കണക്കുകളിൽ അതിരൂക്ഷമായിട്ടുള്ള പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ള കാര്യം അത് കോടതി നിരീക്ഷിച്ചിരിക്കുകയും അത് തന്നെയല്ല വലിയ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരികയും ചെയ്തിരുന്നു കഴിഞ്ഞ തവണയെല്ലാം കേസ് പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം അതിവേഗത്തിൽ ഈ കേസ് അന്വേഷിക്കുക, അത് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കണ്ടെത്തുക, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിലുള്ളത്. 30 ദിവസമാണ് കേസ് അന്വേഷിച്ച് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതി നൽകിയിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാമ്പിളുകൾ അതിവേഗത്തിൽ തന്നെ പരിശോധനയ്ക്ക് അയച്ച് അതുമായി അതിന്റെ വിവരശേഖരണം നടത്തുക എന്നൊക്കെയുള്ളത് അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക പരിഗണനയിൽ ഇരിക്കുന്ന കാര്യം കൂടിയാണ്. ഈ വിവരങ്ങളാണ് ഇന്ന് ശബരിമല കേസുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ അന്വേഷണ സംഘം അറിയിക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും മധ്യകേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്ത. അൻമരിയ, മെഡിക്കൽ കോളേജ് സമരം അത് മധ്യകേരളത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നതുകൂടി പറയാമോ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിനെ മുൻവശത്തേക്കാണ്. നമ്മൾ ില്ല പക്ഷേ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധ്യകേരളത്തെ സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അത് ഈ എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റ് പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ രാവിലെ ഒരു 7 മണിക്ക് ശേഷമൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ OP-യിലൊക്കെ നീണ്ട ഒരു ക്യൂ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ശസ്ത്രക്രിയകളൊക്കെ മുടക്കിക്കൊണ്ടുള്ള ആ രീതിയിൽ വരുന്ന ഒരു സമരങ്ങൾ അത് ഉറപ്പായിട്ടും കളമശ്ശേരി മെഡിക്കൽ കോളേജിനെയും അത് അതിരൂക്ഷമായിട്ട് ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഡോക്ടർമാരെയൊക്കെ സമീപിക്കുകയും അവരുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ആ ഒരു പ്രതിസന്ധി അത് രൂക്ഷമാക്കുമെന്നുള്ള കാര്യവും അവർ അറിയിക്കുന്നുണ്ട്. കാരണം ഈ OP-യുമായി ബന്ധപ്പെട്ടിട്ടും ആണെങ്കിലും ഈ ശസ്ത്രക്രിയകൾ മുടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അത് പ്രധാനമായിട്ടുള്ള ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നടത്തുകയുള്ളൂ എന്നാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്തുന്ന രോഗികളുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന്, ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ നിന്നൊക്കെ എത്തുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ മെഡിക്കൽ കോളേജുകളിൽ നിൽക്കുന്ന സമരം അത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അതിരൂക്ഷമായിട്ടാണ് അല്ലെങ്കിൽ അതിഭയാനകമായിട്ടാണ് ബാധിക്കുന്നത്. ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും അത് ബാധിക്കുമെന്നുള്ള കാര്യം അത് ഉറപ്പാണിതില്ല. ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ കോഴിക്കോടേക്ക് പോവുകയാണ്. അജി കുഞ്ഞുമോൻ തയ്യാറാണ്. അജി, റമദാൻ വ്രതാരംഭം തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്താകെ. എങ്ങനെയാണ് ഈ ഒരുക്കങ്ങൾ, പുണ്യമാസത്തെ വരവേറ്റുകൊണ്ടുള്ള ഒരുക്കങ്ങൾ? ദിൽന, ഗുഡ് മോർണിംഗ്. ഷബാൻ 30 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ
റമദാനെ വരവേറ്റിരിക്കുന്നത്. ഇനിയുള്ള നാളുകൾ ആത്മീയതയുടെ പാതയിലാണ്. 30 ദിനരാത്രങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഖുർആൻ പാരായണത്തിലാണ് വിശ്വാസികൾ ഉള്ളത്. ഇന്നലെ തന്നെ ഒരുക്കങ്ങളെല്ലാം തന്നെയും പള്ളികൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെയും നടന്നിരുന്നു. വ്രതശുദ്ധിയുടെ നാളുകൾ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളും. പള്ളികളും വീടുകളിലും എല്ലാം തന്നെയും മുഴുവൻ സമയ ആരാധന കേന്ദ്രങ്ങളായി മാറും. ഖുർആൻ പാരായണ മാസമായതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണനും ഈ സമയത്താണ് നടക്കുന്നത്. രാത്രിയിലെ പ്രത്യേക നമസ്കാരമായ തറാവീനും തുടക്കമായിട്ടുണ്ട്. ഏതായാലും വലിയ ആത്മീയ വിശുദ്ധിയോടുകൂടി തന്നെയാണ് വിശ്വാസികൾ റമദാനെ വരവേൽക്കുന്നത്. എസ് സജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഇന്ത്യ AI എക്സ്പോയിൽ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കേവലം എക്സിബിഷനിൽ മാത്രം ഒതുങ്ങാതെ ഇന്ത്യക്ക് നിർമ്മിത ബുദ്ധിയിൽ പ്രാവീണ്യം കൈവരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ എക്സ്പോയിൽ നിന്ന് ഉയരുന്നതായി വ്യക്തമാകുന്നു. 21-ാം നൂറ്റാണ്ടിനെ നിർവചിക്കുന്ന സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ മുൻപന്തിയിലുണ്ടെന്ന വിശ്വാസത്തിന്റെ അടയാളമാണ് ഇന്ത്യ AI എക്സ്പോയിലെ കാഴ്ചകൾ. സിലിക്കൺ വാലിയിൽ നിന്ന് AI ഭീമന്മാർ ഡൽഹിയിൽ പറന്നിറങ്ങി. പവലിയനുകളിലെ എക്സ്പോയ്ക്കൊപ്പം റിയൽ വേൾഡ് അനുഭവങ്ങളും പഠനവും സാധ്യമാണ്. AI-യിൽ ആധിപത്യം കൈവരിക്കാൻ ഗ്ലോബൽ സൗത്ത് ഒരുമിച്ച് മത്സരിക്കുകയാണ്. ഇന്റൽ, മൈക്രോസോഫ്റ്റ്, ആമസോൺ ഉൾപ്പെടെയുള്ള വമ്പന്മാർക്കൊപ്പം മാറ്റുരയ്ക്കാനും സഹകരിച്ച് പ്രവർത്തിക്കാനും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്കും വിവിധ കമ്പനികൾക്കും സർവകലാശാലയ്ക്കും അവസരം ലഭിക്കുന്നതിലൂടെ ഇന്ത്യയെ സൗത്ത് ഏഷ്യയിലെയും ആഫ്രിക്കയുടെയും AI ഹബ്ബാക്കിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. I think this is a great start to be here in India with the India AI Impact Summit. If I really have to say it, this is a great move by the ministry, by everyone involved. One must visit the summit to have a fantastic experience. It's not just the innovations that are coming to life, but the entire vibe is just amazing. അമേരിക്കൻ കമ്പനികളുടെ AI കൊളോണിയലിസത്തിന് ബദലായി സാമൂഹിക നീതിക്കും അരികുവത്കരിക്കപ്പെട്ട ആളുകൾക്കുമായി സാങ്കേതിക വിദ്യയെ സമാന്തരപ്പെടുത്തിയെടുക്കുന്നതും ഡൽഹിയിലെ ഉച്ചകോടിയിൽ ചർച്ചയാകുന്നുണ്ട്. സാധ്യതകൾ നേരിട്ടറിയാനും ഉപയോഗിക്കാനും പഠിക്കാനും വിദ്യാർത്ഥികൾക്ക് കൂടെ സാധിക്കുന്നു. When I go to Tata, there is a technology when there are two machines. One is set at a distance to ourselves, and if we are pressing something and there is some material between that machine, we can feel it that it's soft or hard. If we are pressing a metal plate, then we can feel it like we are pressing like a metal from our right side. Then I came to know, update about many new technologies, and I really feel very good. നിർമ്മിത ബുദ്ധി കൊണ്ടുള്ള അപകടങ്ങളും ആശങ്കകളും ചർച്ച ചെയ്യുന്നതും എക്സ്പോയുടെ പ്രധാന അജണ്ടകളിലൊന്നാണ്. പ്രധാനപ്പെട്ട രാഷ്ട്ര തലവന്മാരുടെ കൂടിക്കാഴ്ചകളും ചർച്ചകളും നടക്കുന്ന ഒരു ദിവസം എക്സ്പോയിലേക്ക് പൊതുജനത്തിന് പ്രവേശനമുണ്ടാകില്ല. പകരം 21-ാം തീയതി ശനിയാഴ്ച എക്സ്പോ തുറന്ന് പ്രവർത്തിക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് അർജുൻ പിതാമരൻ, 24. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, വളരെ പോസിറ്റീവായ AI എക്സ്പോയുടെ ഒരു വാർത്ത നമ്മൾ കണ്ടു. പക്ഷേ വലിയ വിവാദങ്ങൾ ഇതിന് പിന്നാലെയുണ്ട്. ഇന്ത്യയെ ചൈനയുടെ ചന്തയാക്കി മാറ്റി എന്നടക്കമുള്ള കോൺഗ്രസ് ആരോപണങ്ങൾ ഉയരുമ്പോൾ എങ്ങനെയാണ് സർക്കാർ അതിനെ പ്രതിരോധിക്കുന്നതൊപ്പം സബ്മിറ്റിൽ ഇന്ന് ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നു. സുപ്രീം കോടതിയിൽ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഹർജി അടക്കം വരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ദേശീയ തലത്തിൽ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കണം? വെരി ഗുഡ് മോർണിംഗ് ദില്ല. ഈ ഡൽഹിയിൽ നടക്കുന്ന AI എക്സ്പോ വലിയ തോതിൽ തന്നെ ആഗോള ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജനപങ്കാളിത്തം അത് വ്യക്തമാക്കുന്നതായിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അടക്കമുള്ള യുവാക്കൾ ഈ ഒരു എക്സ്പോ കാണുന്നതിനായി എത്തിച്ചേരുന്നുണ്ട്. ഒപ്പം തന്നെ പങ്കാളിത്ത രാജ്യങ്ങളുടെ സാന്നിധ്യവും ഏറെ ശ്രദ്ധേയമാണ് എക്സ്പോയിൽ. അതേസമയം കഴിഞ്ഞ ദിവസവും ചില വിവാദങ്ങൾക്ക് അത് ഇടയാക്കിയിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇക്കാര്യങ്ങളെല്ലാം പരിഹരിച്ച് തന്നെ എക്സ്പോയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് അതേസമയം ഈ എക്സ്പോയുടെ അല്ലെങ്കിൽ ഉച്ചകോടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. രാവിലെ 9:40 ഈ ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ച് അദ്ദേഹം സംസാരിക്കുക. ഇതിലെ പങ്കാളിത്തം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡിസിൽവ, കൂടാതെ വിവിധ മേഖലകളിൽ നിന്നുള്ള വ്യവസായ പ്രമുഖർ അടക്കമുള്ളവർ എത്തുന്നുണ്ട്. 45 രാജ്യങ്ങളുടെ പങ്കാളിത്തം ഈ ഒരു ഉച്ചകോടിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം തന്നെ വിവിധ രാഷ്ട്ര തലവന്മാർ ഈ ഉച്ചകോടിയുടെ ഭാഗമാകുന്നതിനായി ഇന്ത്യയിൽ എത്തുകയും വിവിധ ഇടങ്ങൾ ഡൽഹിക്ക് അപ്പുറത്തേക്കുള്ള മറ്റ് നഗരങ്ങൾ ഉൾപ്പെടെ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയും മറ്റ് ലോക നേതാക്കളും ഇന്ന് എക്സ്പോ സന്ദർശിക്കും. അതുകൊണ്ട്
തന്നെ പൊതുജനങ്ങൾക്ക് ഇന്ന് എക്സ്പോയിലേക്ക് പ്രവേശനമില്ല. 21-ന് അതേസമയം നീട്ടിയിട്ടുണ്ട് എക്സ്പോയുടെ തീയതി. ഇതോടൊപ്പം നിർണായകമായ മറ്റൊരു കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടാണ്. ഈ പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരായ സമർപ്പിക്കപ്പെട്ട ഹർജികളാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. ഇതിൽ മുസ്ലിം ലീഗിന്റെയും CPIMന്റെയും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെയും ഹർജികൾക്കൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജികൾ പ്രധാനമായും മതം അടിസ്ഥാനമാക്കിക്കൊണ്ട് പൗരത്വം നിശ്ചയിക്കരുത് എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അത് ഭരണഘടനാ അനുച്ഛേദം 14 ലംഘനമാകും എന്ന് ഹർജികളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ തവണ ഈ ഹർജികൾ പരിഗണിച്ച ഘട്ടത്തിൽ ബന്ധപ്പെട്ട അധികൃതർ തീരുമാനമെടുക്കുന്നതുവരെ എങ്ങനെയാണ് വോട്ടവകാശം നൽകാനാകുക എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി ഉന്നയിച്ച ചോദ്യം. ഇന്ന് ഈ ഹർജികൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്ത് ആയിരിക്കും സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു സമീപനം എന്നുള്ളത് ഏറെ നിർണായകമാകുന്നില്ല. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ദേശീയ വാർത്തകളുടെ വിവരങ്ങൾ നൽകിയത്. നമ്മൾ കോഴിക്കോടേക്ക് പോവുകയാണ്. അവിടെ താമരശ്ശേരി കട്ടിപ്പാറയിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കട്ടിപ്പാറ സ്വദേശി ഷാബിദിനാണ് പരിക്കേറ്റത്. അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. അജി, എന്താണ് അവിടെ സംഭവിച്ചത്? ദിൽന, ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം അവിടെ നടക്കുന്നത്. 3 യുവാക്കൾ ചേർന്നാണ് ഈ ഷാബിദിനെ മർദ്ദിച്ചത്. മുൻവൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. ഈ ഷാബിദിനെ ഈ 3 ആക്രമണങ്ങളിൽ ഒരാൾ കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് അക്രമം അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. ഈ യുവാക്കളെ പിന്മാറ്റാൻ കഴിഞ്ഞത്. ഉടനെ തന്നെ താമരശ്ശേരി പോലീസ് ഈ യുവാക്കളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോലീസും പറയുന്നത് മുൻവൈരാഗ്യമാണ് ഇതിന് പിന്നിൽ എന്നാണ് പ്രധാനമായും പറയുന്നത്. ഏതായാലും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ ഷാബിദിനെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് പോലീസിനെതിരെ പ്രതികൾ പോലീസിനെ വെല്ലുവിളിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പോലീസ് എന്തായാലും കേസെടുത്ത് ഇപ്പോൾ നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികൾ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ദിൽന. ശരി, അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സർക്കാർ ഇന്നലെ തന്നെ ഭിന്നശേഷി സംവരണ ഉത്തരവ് NSSന് പുറമെ മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കി പുറത്തിറക്കിയിരുന്നു. നിയമന അംഗീകാര പ്രപ്പോസലുകൾ വേഗത്തിൽ പൂർത്തിയാക്കി നൽകാനാണ് നിർദ്ദേശം. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത മാനേജ്മെന്റുകൾ അടിയന്തരമായി അത് കൈമാറണം. ജില്ലാതലത്തിൽ സ്വീകരിക്കുന്ന വിവരങ്ങൾ ഡെപ്യൂട്ടി ഡയറക്ടർമാർ ആകും ഏകോപിപ്പിക്കുക. ഉത്തരവിറങ്ങിയെങ്കിലും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ആശങ്ക മാനേജ്മെന്റുകൾക്കുണ്ട്. നേരത്തെ എടുക്കാമായിരുന്ന തീരുമാനം വൈകിച്ചതിലും മാനേജ്മെന്റുകൾക്ക് അതൃപ്തിയുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകളുടെ പരിശോധന ആരംഭിച്ച് ദേവസ്വം ബോർഡിന്റെ ടാസ്ക് ഫോഴ്സ്. ദേവസ്വം കമ്മീഷണർ, അക്കൌണ്ട്സ് ഓഫീസർ, ചീഫ് എഞ്ചിനീയർ എന്നിവർ അടങ്ങുന്ന ദേവസ്വം ബോർഡ് ടാസ്ക് ഫോഴ്സാണ് കണക്കുകൾ പരിശോധിക്കുന്നത്. പ്രാഥമിക പരിശോധന മാത്രമാണ് നടത്തിയത്. അക്കൌണ്ട്സ് ഓഫീസർ കൂടുതൽ പരിശോധനകൾ ഇന്ന് നടത്തും. ആവശ്യമെങ്കിൽ കരാർ നൽകിയ ഊരാളുങ്കലിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ് കമ്പനിയോട് വിശദീകരണം ചോദിക്കും. ഓഡിറ്റർ ആവശ്യപ്പെട്ട രേഖകളും മറുപടിയും നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ 3 മണ്ഡലങ്ങളും ഇടതുപക്ഷത്തെ കൈവിടില്ലെന്ന് പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു 24-നോട്. തുരങ്കപാത അടക്കമുള്ള വികസന മുന്നേറ്റം ജനങ്ങൾ വിലയിരുത്തും. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ചർച്ചകൾ നടന്നിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവദത്തം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രിയും മാനന്തവാടി MLAയുമായ ശ്രീ OR കേളുവാണ് നമ്മളോടൊപ്പം ചേരുന്നത്. 2016 മുതൽ മാനന്തവാടി മണ്ഡലത്തിലെ MLA ആണ്. 2021 എത്തുമ്പോൾ മുൻപത്തേക്കാളും ഭൂരിപക്ഷം ഉയർത്താനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും മാനന്തവാടിയിൽ തന്നെ ഉണ്ടാകുമോ? അതിപ്പോൾ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ സ്ഥാനാർത്ഥി ചർച്ചയും മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒരു തലത്തിലും നടന്നിട്ടില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കണം എന്ന് സംബന്ധിച്ച് പാർട്ടി ഏകദേശം മാർച്ച് മാസത്തിലൊക്കെ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആ സമയത്ത് ചർച്ച ചെയ്തിട്ട് ആരാണ് മാനന്തവാടി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകേണ്ടത് സംബന്ധിച്ച് പാർട്ടി ആ സമയത്ത് ആരെങ്കിലും കണ്ടെത്തും. ഞങ്ങളെ സംബന്ധിച്ച് വയനാട് ജില്ലയിലെ 3 മണ്ഡലത്തിലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. 3 മണ്ഡലവും ഞങ്ങളെ കൈവിടില്ല. കാരണം ഈ കഴിഞ്ഞ 10 വർഷക്കാലം
ഈ വയനാട് ജില്ലയിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ നമ്മുടെ തുരങ്കപാത ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ, ലോകത്തിന് തന്നെ മാതൃകയാക്കിക്കൊണ്ടുള്ള ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം, ഇങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ ഒരു വികസന മുന്നേറ്റം നടത്തിയിട്ടുള്ള 10 വർഷമാണ് LDFൻ്റെ മുകളിൽ കൂടി കടന്നു പോയിട്ടുള്ളത്. അതൊക്കെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർ വിലയിരുത്തും, LDFന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ മനു ദാമോദരനും പ്രകാശൻ പള്ളത്തിനുമൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് ക്യൂബയിൽ വൻ പ്രതിസന്ധി. എണ്ണ വിതരണം നിലച്ചതോടെ രാജ്യം സാമ്പത്തിക തകർച്ചയിലെന്നാണ് റിപ്പോർട്ടുകൾ. സ്കൂളുകളും ആശുപത്രികളും അടച്ചു, വിമാന സർവീസുകൾ നിർത്തിവച്ചു. വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ വിതരണത്തിന് US ഉപരോധം ഏർപ്പെടുത്തിയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. രാജ്യത്ത് രൂക്ഷമായ ഇന്ധനക്ഷാമം നേരിടുകയാണ്. അവശേഷിക്കുന്ന എണ്ണശേഖരം തീർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ജനങ്ങൾ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഭക്ഷ്യക്ഷാമവും രൂക്ഷം. ആരോഗ്യം, ഗതാഗതം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾ കനത്ത വെല്ലുവിളിയിലാണ്. ആശുപത്രികളും സ്കൂളുകളും അടച്ചു. ടൂറിസം മേഖല സ്തംഭിച്ചു. മാലിന്യ നീക്കം നിലച്ചു. കമ്പനികൾ തൊഴിലാളികൾക്ക് അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകി. വിമാന സർവീസുകളെയും ഇന്ധനക്ഷാമം ബാധിച്ചു. റഷ്യയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കി. വെനസ്വേലയിലെ സൈനിക നടപടികൾക്ക് പിന്നാലെയാണ് അമേരിക്ക ക്യൂബയിൽ നിന്നുള്ള എണ്ണ വിതരണം നിർത്തിവച്ചത്. ബദൽ മാർഗങ്ങൾ കണ്ടെത്താൻ ക്യൂബയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഇതാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണം. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രൽ മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഡെവലപ്ഡ് ഇന്ത്യ 2047 എന്ന വിഷയത്തിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി ചർച്ച സംഘടിപ്പിച്ചു. നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ നയിച്ച പാനലിൽ കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ്, കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം, മുൻ മേജർ ജനറൽ ജേക്കബ് തരകൻ ചാക്കോ, ഡോക്ടർ P സരിൻ, ഡോക്ടർ ഷമ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ജിംസ് CEO SS ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് വിദഗ്ധർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്ത ഓപ്പൺ ഫോറവും നടന്നു. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രൽ മാനേജ്മെന്റ് സ്റ്റഡീസ് ഇപ്പോൾ 11ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ആക്ച്വലി ഞങ്ങൾ 3 സ്ഥലങ്ങളിലായി, തിരുവനന്തപുരം, കൊച്ചിൻ ആൻഡ് പോണ്ടിച്ചേരിയിലും 3 സ്ഥലങ്ങളിലായി ഏകദേശം 4500 കുട്ടികളെ ട്രെയിൻ ചെയ്യുകയും അവരെ 650 കമ്പനികളിലായി 15 രാജ്യങ്ങൾ പ്ലേസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഞങ്ങളുടെ 10ാമത്തെ വർഷത്തിൻ്റെ ഡെക്കേഡ് ഓഫ് എക്സലൻസിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ലീഡർഷിപ്പ് ഇൻ ആക്ഷൻ സീരീസ് എന്നുള്ള ഈ പറയുന്ന ഡിസ്കഷൻ പരമ്പര നടത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ. മെഡിക്കൽ കോളേജിനായി വനഭൂമി ഏറ്റെടുത്തതിനു പിന്നാലെ പുതിയ CT സ്കാൻ യന്ത്രം സ്ഥാപിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കുകയാണ്. മെഡിക്കൽ കോളേജിന്റെ അക്കാഡമിക് ബ്ലോക്കിനും അനുബന്ധ സൗകര്യങ്ങൾക്കുമായി മാനന്തവാടി അമ്പുകുത്തിയിൽ വനം വകുപ്പിന്റെ കൈവശമുള്ള 28 ഏക്കർ ഭൂമി ഏറ്റെടുത്തതിനു പിന്നാലെ കഴിഞ്ഞ 1 വർഷമായി തകരാറിലായ സ്കാനിംഗ് യന്ത്രത്തിന് പകരം പുതിയ CT സ്കാൻ യന്ത്രവും എത്തിച്ചു. എന്നാൽ ഈ നടപടികളെല്ലാം തെരഞ്ഞെടുപ്പ് അടുത്തതിനാലാണെന്ന ആരോപണവും ശക്തമാണ്. UDF ഭരണകാലത്തെ നടപടി വീഴ്ചകൾ മാനന്തവാടി മെഡിക്കൽ കോളേജിനെ ബാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രിയും മാനന്തവാടി MLAയുമായ OR കേളു. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര ആരോഗ്യ വകുപ്പിൻ്റെ അനുമതി ലഭിക്കുമ്പോൾ മാത്രമാണ് ഒരു മെഡിക്കൽ കോളേജ് ഏതൊരു സംസ്ഥാന ഗവൺമെൻറ്റിനും ആരംഭിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത്തരം അനുമതി ഒന്നും ലഭ്യമാക്കാതെയും അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പരിശോധിക്കാതെയും ഒക്കെയാണ് അന്നത്തെ UDF ഗവൺമെൻറ് ഒരു മെഡിക്കൽ കോളേജ് വെറുതെ പ്രഖ്യാപിച്ചു പോയത്. നവകേരള സദസ്സിൽ CT സ്കാൻ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി 7 കോടി രൂപ അനുവദിച്ചെങ്കിലും മെഷീൻ സ്ഥാപിക്കുന്നതിലെ കാലതാമസം വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അനുവദിച്ച 7 കോടിയിൽ നിന്ന് 4 കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ CT സ്കാൻ യന്ത്രം എത്തിച്ചത്. മെഡിക്കൽ കോളേജിൽ CT സ്കാൻ കേടായിപ്പോയി, സ്വാഭാവികമാണ്. ഒരു CT സ്കാൻ നിലവിലുള്ളത് കേടായിപ്പോയി, അത് വിവാദമാക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ കേടായിപ്പോയി എങ്കിലും നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് 7 കോടി രൂപ മുടക്കി ഇന്ന് നമ്മൾ പുതിയ CT സ്കാൻ വാങ്ങി ഇന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 24 വയനാട്. ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാകുന്നു.